أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. فالصالحات قانتات حافظات للغيب بما حفظ الله. واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൂടെ മനസ്സിലാക്കിയത്. കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്ന വിവാഹം ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചുകൊണ്ട് കടം വാങ്ങാതെ, പണ്ടം പണയം വെക്കാതെ, പറ്റാവുന്ന രൂപത്തിൽ വലീമത്ത് നൽകിയാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ജീവിതത്തിന് ആനന്ദവും അതിനേക്കാൾ ഉപരി സന്തോഷവും പ്രദാനം ചെയ്യേണ്ടുന്ന ഒന്നാണ് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബജീവിതം. സാധാരണ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതാണ് കുടുംബജീവിതം. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒന്നും കുടുംബജീവിതം മാറിപ്പോകരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഒരു കുടുംബം യഥാർത്ഥത്തിൽ സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറയുമ്പോൾ വിവാഹത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് വരനും വധുവും, ഭാര്യയും ഭർത്താവും. ഇവരുടെ നിലപാടുകൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാണോ അല്ല വളരെ പ്രയാസകരമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ കുടുംബജീവിതം സന്തോഷകരമാക്കുന്നതിന് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, യഥാർത്ഥത്തിൽ തുല്യ പങ്കാളികളാണ്. രണ്ടാളുടെയും സഹകരണവും രണ്ടാളുടെയും സഹവർത്തിത്വവും കുടുംബജീവിതം ഭംഗിയായി കൊണ്ടുപോകുന്നതിന് ഉണ്ട് എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാ? ഒരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ഇവരൊക്കെയായി നമുക്ക് ചില ബന്ധങ്ങളുണ്ട്, ഒഴിച്ചുകൂടാനാവാത്ത ചില ബന്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയോടാണ്. റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉമ്മയോടാണ്. 3 പ്രാവശ്യം റസൂലുള്ള പറഞ്ഞത് അതാണ്. 4ാമത്തെ പ്രാവശ്യമാണ് പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
നേരെ തിരിച്ച് ഒരു സ്ത്രീയോട് ചോദിച്ചപ്പോ, സ്ത്രീ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്? അതിന് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി നിന്റെ ഭർത്താവ് എന്നാണ്. നിന്റെ ഭർത്താവിനോടാണ് ഒരു ഭാര്യ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്, തന്റെ ഭർത്താവിനോടാണ് എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ 30-40 വർഷക്കാലം, ചില ആളുകൾക്ക് അതിൽ കൂടുതലുണ്ടാവും, ചില ആളുകൾക്ക് കുറവായിരിക്കും. നമ്മളുടെ എല്ലാ അർത്ഥത്തിലും നമ്മളോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നത് ആരാ? നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ ഉപ്പയല്ല, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാരല്ല, നമ്മുടെ സഹോദരിമാരല്ല, നമ്മുടെ ഇണകളാണ്. നമ്മളോട് എല്ലാ അർത്ഥത്തിലും, അക്ഷരാർത്ഥത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് ഭാര്യയോട് ഭർത്താവും, ഭർത്താവിനോട് ഭാര്യയുമാണ്. ഇത്രമാത്രം ഒരു ബന്ധമുള്ള ജീവിതം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്നുണ്ടെങ്കിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യക്ക് തുല്യമായി ഈ ലോകത്ത് ദുനിയാവിൽ മറ്റൊരു വ്യക്തി നമുക്കില്ല. കാരണം ഉമ്മാക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ചില പരിമിതികൾ ഉണ്ടാകും, ഉപ്പാക്കുണ്ടാകും, ജ്യേഷ്ഠാനിയന്മാർക്കുണ്ടാകും. എന്നാൽ പരിമിതികളില്ലാതെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ഒരു പുരുഷനോട്, ഒരു ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാൻ അതിന് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ ഇണം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ 30-40 കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ഇണയോട്. ഭാര്യ ഭർത്താവിനോട് കൂടെ, ഭർത്താവ് ഭാര്യയോട് കൂടെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം മധുരകരമായി തീർക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം നോക്കി നിങ്ങൾ. ഖുർആൻ ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന. എത്ര രസകരമായി, എത്ര അർത്ഥവത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം നോക്കി നിങ്ങൾ. ആ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. നിങ്ങളാകട്ടെ, ഭർത്താക്കന്മാരാകട്ടെ, ഭാര്യമാർക്കുള്ള വസ്ത്രവുമാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായോ? എല്ലാ അർത്ഥങ്ങളിലും ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ ഒരു വസ്ത്രമാണ്, നമ്മുടെ ഭർത്താവ് ഭാര്യയ്ക്കൊരു വസ്ത്രമാണ്. എന്തിനാ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? പ്രധാനമായി 2-3 ഉദ്ദേശം വെച്ചിട്ടാണ്. ഒന്ന്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അതൊരു സൗന്ദര്യമാണ്, അലങ്കാരമാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല പ്രോഗ്രാമുകളിൽ, കല്യാണങ്ങളോ മറ്റുള്ള നല്ല പ്രോഗ്രാമുകളിൽ നല്ല മുന്തിയ വസ്ത്രം ധരിച്ചു പോകുന്നത്. അതൊരു അലങ്കാരമാണ് നമ്മൾ വസ്ത്രം ധരിക്കാന്നുള്ളത്. നല്ല കുപ്പായവും നല്ല ഡ്രസ്സും നല്ല സാരിയും നല്ല വസ്ത്രവും ധരിക്കാൻ പറഞ്ഞാൽ അതൊരു ഭംഗിയാണ്, അലങ്കാരമാണ്. എന്നതുപോലെ ഭാര്യക്ക് ഭർത്താവ് ഒരു അലങ്കാരമാണ്, ഭർത്താവിന് ഭാര്യ ഒരു അലങ്കാരമാണ്. അത് എപ്പോഴാ മനസ്സിലാകാറിയോ? അതില്ലാതിരിക്കുമ്പോഴാണ്. നമുക്ക് നമ്മുടെ ഭാര്യമാരില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഇല്ലാതിരിക്കുക, മരണപ്പെടുകയോ അല്ലാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി കുറവ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഭാര്യയ്ക്ക് ഒരു ഭർത്താവില്ല എങ്കിൽ, ഭർത്താവിന് ഒരു ഭാര്യ ഇല്ല എങ്കിൽ അതൊരു അലങ്കാരത്തിന് കുറവ് തന്നെയാണ്. രണ്ടാമത്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നമുക്കൊരു സുരക്ഷയാണ്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സുരക്ഷ. വീട്ടിൽ ഭർത്താവില്ലാത്ത സമയത്ത്, ചിലപ്പോൾ ദിവസങ്ങളോളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വത്തിന് ഒരു പേടിയായിരിക്കും. തിരിച്ചും അങ്ങനെയാണ്. അത് ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു സുരക്ഷയാണ്. മറ്റൊന്ന്, നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ ശരീരത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം എന്താ? ഒരു ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന സാധനം എന്താ? നമ്മുടെ വസ്ത്രം. സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ഒട്ടി നിൽക്കുന്നത് ആരാ? നമ്മുടെ ഇണകളാണ്. അത് ഭാര്യക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയുമാണ്. ഒരു വസ്ത്രം എത്രമാത്രം നമ്മുടെ ശരീരത്തിന്റെ നഗ്നതകളും ന്യൂനതകളും മറക്കാൻ സാധിക്കുന്നുവോ അത്രയും അടുത്താണ് ഇണകൾ ജീവിക്കേണ്ടത് എന്ന ഖുർആനിന്റെ പദപ്രയോഗം എത്രമാത്രം അർത്ഥവത്താണ് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഈ കുറഞ്ഞ കാലേ നമ്മുടെ ഈ ജീവിതമുള്ളൂ. ഈ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ഈ കുടുംബ ജീവിതം സന്തോഷകരമാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിയുള്ള ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കടമ. അവിടെ അശ്വാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഒരു സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം
അതല്ല ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുസുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഒരു നല്ല ഭർത്താവാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അയാൾ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എങ്ങനെ ഒരു നല്ല ഭർത്താവാകാം? പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, പല കുടുംബങ്ങളിൽ നിന്നും വളരെ 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 സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. ഇന്ന് അങ്ങനെയാണ് സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമേക്കൊക്കെ നല്ല കെട്ടും മട്ടും നല്ല മോടിയുമുണ്ട്, പക്ഷേ വീടകങ്ങളിൽ സമാധാനമില്ലാത്ത ഒരു ജീവിതമാണ് പലപ്പോഴും പല കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്താ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടാൽ മുട്ടുന്നില്ല, ഭാര്യയും ഭർത്താവും അകന്നാണ് ജീവിക്കുന്നത്, അവർ അകന്നാണ് കിടക്കുന്നത്, അവർ ഒരുമിച്ചല്ല കിടക്കുന്നത്. അവരുടെ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് പലപ്പോഴും പല കുടുംബങ്ങളിൽ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൗൺസിലേഴ്സിന്റെ അടിയിലേക്ക് കുടുംബ ജീവിതത്തിന്റെ ആളുകൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യുവാക്കളുണ്ട്, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വിവാഹം കഴിച്ചിരിക്കുന്ന യുവതി യുവാക്കളുണ്ട്, പ്രായം ചെന്ന മനുഷ്യന്മാരുണ്ട്. ചിലപ്പോൾ കേട്ടാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും. ചില കുടുംബങ്ങളിൽ അവർ ഉപ്പയായിട്ടുണ്ട്, വെല്ലിപ്പയായിട്ടുണ്ട്. എന്നിട്ട് പോലും ആ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എവിടെയാണ് നമ്മൾ കുടുംബജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇത് അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ് നമ്മുടെ ഭാര്യമാര്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, പുരുഷന്മാർ മനസ്സിലാക്കണം, അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ് നമ്മുടെ ഭാര്യ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്, ഫഇന്നകും അഖത്തുമുഹുന്ന ബിഅമാനില്ലാഹ്, അള്ളാഹുവിന്റെ അമാനത്താണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇല്ലേ? നമുക്കറിയാം, ഒരു ഓഡിറ്റോറിയത്തിലെ വിവാഹമാണെങ്കിലും വീടുകളിലുള്ള കല്യാണങ്ങളാണെങ്കിലും അവിടെ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ, നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വലിയ പിതാവായിരിക്കാം, മറ്റു പലരുമായിരിക്കാം, അവർ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അവിടെ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ വചനം ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്താണ് നമ്മുടെ ഭാര്യ. ഈ അമാനത്ത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളുടെ ലൈംഗിക സൗകര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ് നമ്മുടെ ഭാര്യമാർ. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു കുട്ടിക്കളിയല്ല. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നമ്മുടെ ഭാര്യമാർ. ആ ഭാര്യമാരോട് മാന്യമായിക്കൊണ്ടേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ നിസ്കരിച്ചോണ്ട് മാത്രം കാര്യമല്ല, നമ്മൾ നോമ്പ് നോറ്റോണ്ട് മാത്രം കാര്യമല്ല, നമ്മുടെ ഇണകളോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹു പറയാണ്, നിങ്ങൾ നല്ല രൂപത്തിലാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നന്മയോട് കൂടിയാണ് വർത്തിക്കേണ്ടത്. നമ്മുടെ ദേഷ്യം തീർക്കാനോ നമ്മുടെ മറ്റ് കാര്യങ്ങൾ പറയാനുള്ള, വേണ്ടാത്തരങ്ങൾ പറയാനുള്ള ഒരാളല്ല നമ്മുടെ ഭാര്യമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖിയാറുക്കും ലിനിസാൽ ഖുൽഖ, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാർ 5 പള്ളിയിൽ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം, നമ്മൾ 30, 40, 50 വർഷക്കാലം നമ്മുടെ കുടുംബിനിയായി നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ബെസ്റ്റ്. റസൂലുള്ളാഹി പറയാ, ഏറ്റവും ബെസ്റ്റായ മനുഷ്യൻ, ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. ഭർത്താക്കന്മാരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോടോ സ്നേഹിതന്മാരോടോ സുഹൃത്തുക്കളോടോ നന്നായി പെരുമാറുന്നവൻ എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇണകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ അവനാണ് നിങ്ങളിൽ ഉത്തമനെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. സഹോദരന്മാരെ ശ്രദ്ധിക്കുക, പുരുഷന്മാരെ ശ്രദ്ധിക്കുക, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക. നമ്മൾ വിവാഹം കഴിച്ചിരിക്കുന്ന പെണ്ണിൽ
ചില ന്യൂനതകളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ കെട്ടിക്കൊണ്ടുവരും മനുഷ്യരാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ആ ന്യൂനതകളെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അത് മാത്രം ചികഞ്ഞുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. സഹോദരിമാരോട്, ഭാര്യമാരോട് നമ്മൾ ഇടപെടുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മർഅതു കദില്ലിൻ ഇൻ അകംതഹാ കസർതഹാ വഇൻ ഇസ്തംതത ബിഹാ ഇസ്തംതത ബിഹാ വഫിയാ ഇവദ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എങ്ങനെയാണ് കുടുംബജീവിതം സന്തോഷകരമാവുക? എങ്ങനെ സന്തോഷകരമാവുക? റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു വാരിയെല്ലിനെ പോലെയാണ്. അതിനൊരു വളവുണ്ട്. അതിനെ നിവർത്തിയിട്ടാണ് നീ ആ വാരിയൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് നീ അതിലുള്ള ആ വളവിനെ അനുഭവിച്ചുകൊണ്ട് തന്നെ നീ ആസ്വദിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ചില പോരായ്മകളൊക്കെ നമ്മുടെ സഹോദരന്മാരിൽ ഉണ്ടാവും, നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാകും, നമ്മളിലും ഉണ്ടാകും. അല്ലേ? നമ്മൾ മറ്റൊരാളോട് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മൾ നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മളിലേക്കാണ് ആ 3 വിരലുകൾ ഇങ്ങോട്ട് ചൂണ്ടിക്കൊണ്ടിരിക്കും. നമ്മളെടുത്തും കുറെയൊക്കെ താറാറുണ്ടാവും. അപ്പൊ നമ്മുടെ സഹോദരിമാരെടുത്ത്, ഭാര്യമാരെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നതല്ലാതെ പൂർണ്ണമായും ശരിയാക്കി, നിന്നെ ഞാൻ ശരിയാക്കിയതിനു ശേഷം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രവണത ഒരു പുരുഷനിൽ, ഒരു ഭർത്താവിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇൻ കരിയ മിന്നാ ഖുൽഖൻ റദിയ മിന്നാ ആഖിറന. നിന്നെ അരോചകപ്പെടുത്തുന്ന ചില സ്വഭാവങ്ങൾ നിന്റെ ഭാര്യയിൽ ഉണ്ടായി എന്ന് വരാം. പക്ഷെ ആ നെഗറ്റീവുകൾ മാത്രം നോക്കി ഭൂതക്കണ്ണാടി വെച്ച് ഇങ്ങനെ പോകാൻ നിൽക്കണ്ട ഭർത്താക്കന്മാര്. റസൂലുള്ളാഹി പറഞ്ഞതാ, റദിയ മിന്നാ ഖുൽഖൻ ആഖിറ. നിന്നെ തൃപ്തിപ്പെടുത്തുന്ന മറ്റു കുറെ സ്വഭാവങ്ങൾ ഓരോരുത്തരുണ്ടാവും. അത് നോക്കുക. നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയായിരിക്കണം നമ്മുടെ ഭാര്യമാരെ നമ്മൾ നോക്കേണ്ടതും ഇടപെടേണ്ടതും പെരുമാറേണ്ടതും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും. അല്ലാതെ ഓളത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയിലേക്ക് ഇങ്ങനെ നോക്കി അതിനങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അത് വലുതാക്കി അതെപ്പോഴും എടുത്തു പറഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മുടെ കുടുംബജീവിതം കൊണ്ടുപോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, ഭാര്യമാർക്ക് അവകാശങ്ങളുണ്ട്. ആ സ്ത്രീകൾക്ക് ബാധ്യത ഉള്ളതുപോലെ, നമ്മൾ പുരുഷന്മാരോട് ചില ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്നും അഥവാ ഭർത്താക്കന്മാരിൽ നിന്നും നമ്മുടെ ഭാര്യമാർക്ക് കിട്ടേണ്ടുന്ന ചില കടമകളുണ്ട്, അവകാശങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഒരു പുരുഷൻ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ അവർക്ക് നമ്മൾ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് സ്ത്രീകളിൽ നിന്നും കിട്ടേണ്ടുന്ന കുറെ അവകാശങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ. ജിന്റെ ഭാര്യയല്ലേ, ഞാൻ കെട്ടിക്കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ അവളിൽ നിന്ന് കുറെ അവകാശങ്ങൾ കിട്ടുന്നതിനോട് കൂടെ തന്നെ പുരുഷൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ ചില ബാധ്യതകൾ തീർക്കേണ്ടത്. ഒരുപാട് ബാധ്യതകളുണ്ട്. അത് നമ്മൾ അറിയാതെ പോകരുത്. പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് പറയാം, നിന്നോട്, നിന്റെ ശരീരത്തോട് ചില ബാധ്യതകൾ നിനക്കുണ്ട്. നിന്റെ കണ്ണിനോട് ചില ബാധ്യതകൾ നിനക്കുണ്ട്. നിന്റെ ഇണയോട്, ഭാര്യയോട് ചില കടമകൾ നീ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഈ ഹദീസ് പറയാനൊരു കാരണമുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധം സ്ഥാപിച്ചിരുന്നു. നേരെ സഹോദരങ്ങളല്ല. അങ്ങനെ ഒരു പ്രാവശ്യം സൽമാൻ റളിയല്ലാഹു അൻഹു അബൂ ദർദാവിന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരികയാണ്. അപ്പൊ അബൂ ദർദാവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഉമ്മു ദർദാ ഉണ്ട്, അബൂ ദർദാവിന്റെ ഭാര്യ. ആ ഭാര്യനെ നോക്കുമ്പോൾ അവരിങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് വലിയ ഒരു താല്പര്യമില്ലാത്തവരെ പോലെ, ഒരു മടുപ്പുള്ളവരെ പോലെ സൽമാൻ റളിയല്ലാഹുവിന് കാണാൻ സാധിച്ചത്. അപ്പൊ സൽമാൻ റളിയല്ലാഹു ചോദിച്ചു, അല്ല ഉമ്മു ദർദാ, നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? കണ്ടിട്ട് ഒരു മുഷിഞ്ഞ മാതിരി, ഒരു ആവേശമില്ലാത്ത മാതിരി, ഒരു താല്പര്യമില്ലാത്ത മാതിരി, മൊത്തത്തിന്റെ ഒരു മടുപ്പുള്ള മാതിരി. അപ്പൊ ഈ ഉമ്മു ദർദാ പറഞ്ഞത് എന്താ അറിയോ സൽമാൻ റളിയല്ലാഹുവിനോട്? നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാവിന് എന്നെ ആവശ്യം വേണ്ടേ? നോക്കാൻ കളി. നിങ്ങളുടെ സഹോദരൻ അബൂ ദർദാവിന് എന്നെ താല്പര്യം വേണ്ടേ? എന്താ കാരണം? ഇയാള് നല്ല മനുഷ്യനാണ് അബൂ ദർദാ. അബൂ ദർദാ നല്ല ഭക്തനാണ്. എല്ലാ പകലിലും അധികം നോമ്പായിരിക്കും. രാത്രിയാണെങ്കിലോ
എപ്പോഴും നിന്ന് നമസ്കരിക്കുക, താഴത്ത് നിസ്കരിക്കുക, രാത്രി ഖിയാമുൽ നിസ്കരിക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ പണി. നല്ല കാര്യമാണ്. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു ഒത്തിരി ഭക്ഷണം കൊണ്ടുവന്നെടുത്തപ്പോ അബൂദർദാവ് പറഞ്ഞു, ഞാൻ കഴിക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളി, എനിക്ക് നോൻപാണ്, സുന്നത്ത് നോമ്പാണ് എന്നാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുന്നത്ത് നോമ്പാണെങ്കിൽ എന്റെ കൂടെ നോമ്പ് മുറിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കൊള്ളുവാണ്. നോമ്പ് മുറിപ്പിച്ചു. സുന്നത്ത് നോമ്പാണെങ്കിൽ മുറിക്കാം. പിന്നെ രാത്രി കിടക്കാൻ നേരത്തോ ഇദ്ദേഹത്തിന് കിടക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ട് അബൂദർദാവ് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. സൽമാൻ റളിയല്ലാഹു അദ്ദേഹത്തെ പിടിച്ച് അടക്കടത്തി കിടക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടായി നബിയെ. അപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ചെയ്തതാണ് ശരി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, നിന്റെ ഭാര്യയോട് ചില കടമകൾ നിനക്കുണ്ട്. ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊരു മനുഷ്യരാണ്, അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നീണ്ടു നിൽക്കുന്ന പ്രവാസങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നീണ്ടു നിൽക്കുന്ന വർഷങ്ങളോളം നിൽക്കുന്ന പ്രവാസങ്ങൾ പലപ്പോഴും കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ അനുഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയസ്സിന്റെ അകൽച്ച, വളരെ അനന്തമായ വലിയ വ്യത്യാസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മുടെ ലൈംഗികതയെ ഇത് ബാധിക്കും. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈംഗികതയിൽ താല്പര്യക്കുറവുണ്ടാകുക. അങ്ങനെ ഇയാൾ മറ്റ് ഭാര്യ പരപുരുഷനുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഈ ഭർത്താവ് മറ്റ് സ്ത്രീകളെ വൈകിട്ട് ആലോചിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. കുടുംബ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിന്റെ ഭാര്യയോടുള്ള കടമകൾ നിനക്കുണ്ട് എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആണുങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഇത് മനുഷ്യന്റെ മാനുഷികമായ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഒരു ഖുതുബ എന്ന നിലയിൽ നമ്മൾ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഭർത്താക്കന്മാരോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പോകണം. നമ്മളെന്താ മനസ്സിലാക്കിയത്? ഭാര്യമാരാണ് അണിഞ്ഞൊരുങ്ങേണ്ടതെന്നാണ്. ഭാര്യമാരെ അണിഞ്ഞൊരുങ്ങാണെങ്കിൽ തന്നെ കല്യാണങ്ങൾക്കോ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങാനല്ല റസൂലുള്ളാഹി പറഞ്ഞത്, സ്വന്തം ഭർത്താവിന് മുന്നിൽ അണിഞ്ഞൊരുങ്ങാനാണ്. അതുപോലെ പുരുഷനും സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത് തന്റെ ഭർത്താവിന് ഭാര്യയുടെ മുമ്പിലാണെന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഇന്നി ലാ ഉഹിബ്ബു അൻ അതസയ്യന ലിൽമർഅ, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ അലങ്കാരത്തോടുകൂടി ഭംഗിയോടുകൂടി വരാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി അൽ മർവതു, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഭംഗിയോടുകൂടി വരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ ഭാര്യമാര് എങ്ങനെ വരാനാ നമുക്ക് ഇഷ്ടം? എങ്ങനെ വരാനാ ഇഷ്ടം? മണിയറയിലേക്ക് വരുമ്പോഴും കടപ്പറയിലേക്ക് വരുമ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്തും നല്ല വൃത്തിയും വെടിപ്പും സൗന്ദര്യവും പ്രകടിപ്പിക്കുന്ന രൂപത്തിലാണ് ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവിലേക്ക് വരേണ്ടത്. ഭാര്യ ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് പോവുക, അപ്പൊ ഭർത്താവ് എങ്ങനെയാണ്? നല്ല മൊഞ്ചോട് കൂടി തന്നെയാണ് പോകേണ്ടത്. ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓതി വെച്ച ആയത്തിൽ അതാ, പുരുഷന്മാരെ സ്ത്രീകളുടെ മേൽനോട്ടക്കാരായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. എന്താ കാരണം? രണ്ട് കാരണം പറഞ്ഞത്. പുരുഷന്റെ ഉത്തരവാദിത്തമാണ് സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ളത്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അല്ലാഹു ചിലരേക്കാൾ അല്ലാഹു തആല ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും ഒരേ രൂപത്തിലല്ല. അതുകൊണ്ട് സ്ത്രീകൾ മോശമല്ല എന്നർത്ഥം. അവരുടെ ശാരീരികമായ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെക്കാൾ എന്നുള്ളത് ലോകം അംഗീകരിച്ച കാര്യമാണ്. സ്ത്രീകളെക്കാൾ ഇക്കാര്യത്തിൽ പുരുഷന്മാരെ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്താ? കുടുംബ ജീവിതത്തിൽ ചെലവഴിക്കേണ്ടുന്ന ഉത്തരവാദിത്തം, ഭാര്യയെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം, ഭാര്യക്ക് വസ്ത്രവും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം പുരുഷനിലാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു ഈ സ്ത്രീകളുടെ ഉത്തരവാദിത്തം ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയാനുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും,
നീ ഭക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയെ നീ ഭക്ഷിപ്പിക്കണം. നീ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയെ നീ വസ്ത്രം ധരിപ്പിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, ചെറുപ്പക്കാരായിട്ടുള്ള പുതിയാപ്പിളമാര്, ചെറുക്കന്മാര് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ പോയി നമ്മൾ മന്തിയും അൽഫാമും കഴിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭക്ഷണവും കാത്തു നിൽക്കുന്ന, നിങ്ങളെ വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യമാര്, അവിടെ ചിലപ്പോ കഞ്ഞിന്റെ വെള്ളം താളിച്ചതും ചിലപ്പോ ഉണക്കമീനെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ വന്ന് കാട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള ഭക്ഷണം കഴിക്കാനാണ്. അപ്പൊ അങ്ങനെ കമ്പനിയായി ഭക്ഷണം കഴിച്ച് പോരുകയാണെങ്കിൽ ഒരു പാർസല് നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കൊണ്ടുപോകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നല്ല മുന്തിയ വസ്ത്രം ധരിക്കുക, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നുണ്ട്, അത്ര വില കൂടിയതല്ല, അത് ശരിയല്ല. നമ്മുടെ പുരുഷന്മാർ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. കൃത്യമായി നമ്മൾ ആലോചിച്ചെടുക്കുക. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെയും ഭക്ഷിപ്പിക്കുക, നിങ്ങൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെയും വസ്ത്രം ധരിപ്പിക്കുക. പെണ്ണുങ്ങളോട് എത്ര പറയാൻ പറഞ്ഞു റസൂലുള്ളാഹി പറഞ്ഞു. അബൂ സുഫിയാന്റെ ഭാര്യ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂ സുഫിയാൻ കുറച്ച് പിശുക്കനായിരുന്നു. അവരുടെ ഭാര്യ പറയാണ്, ഇന്ന അബൂ സുഫിയാൻ റജുലുൻ ശഹീഉൻ, അബൂ സുഫിയാൻ ഒരു പിശുക്കനായ മനുഷ്യനായിരുന്നു. എനിക്കും എന്റെ കുട്ടികൾക്കും വേണ്ടതൊന്നും അബൂ സുഫിയാൻ തരൂല. ചില വാപ്പാർ അങ്ങനെ ഉണ്ടാവും, ചില ഭർത്താക്കന്മാർ. അപ്പൊ ഇത് നബിയോട് പരാതി പറയാണ്, ഇല്ലാ മാഹത്തു ബിന്നു ബൗവലായാലും. അങ്ങനെ അബൂ സുഫിയാൻ അറിയാതെ, ഭർത്താവ് അറിയാതെ ചില പൈസ ഒക്കെ എടുത്ത് ഞാൻ ഉപയോഗിക്കും. അബൂ സുഫിയാന്റെ ഭാര്യ നബിയോട് പരാതി പറയാണ്, പ്രശ്നം പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കാര്യങ്ങള്, ഫഖാല ഖുദി മാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫി. ഭർത്താവ് അറിയാതെ നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് തോന്നും. നമ്മുടെ സഹോദരിമാര് കേൾക്കേണ്ടത്, ചില പിശുക്കന്മാരായ ഭർത്താക്കന്മാരുണ്ടാവും. ഇത് ഇസ്ലാം അനുവദിച്ചൊരു കാര്യമാണ്. അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനോ അവർ അത്യാവശ്യങ്ങൾക്കോ വേണമെങ്കിൽ ഭർത്താക്കന്മാരെ സമ്മതമില്ലാതെ ഭാര്യമാർക്ക് എടുക്കാൻ പറ്റും. അള്ളാഹും അവന്റെ പ്രവാചകനും നമുക്ക് അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. കുടുംബ ജീവിതത്തിൽ പുരുഷന്മാരായ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളെ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാക്കണമെങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ആ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നാലുണ്ടാവില്ല, നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്. വൈവാഹിക ജീവിതത്തിൽ നമ്മുടെ കുടുംബം, ഭാര്യാഭർത്തൃ ബന്ധം സന്തോഷകരമാകണമെങ്കിൽ ഭർത്താവ് എന്ന നിലയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന, നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൽ മറ്റൊന്ന്, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു ഗൗരവക്കാരനായിക്കൊണ്ടല്ല നമ്മുടെ ഭാര്യമാരെ എടുത്ത് നിൽക്കേണ്ടത്. ഞാൻ എപ്പോഴും കളിതമാശകൾ വേണ്ട, ഇടക്കൊക്കെ നമ്മുടെ ഇണകളുമായി കളിതമാശകളിൽ ഏർപ്പെടുമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹിയും ആയിഷ ബീവിയും ഒരു പ്രാവശ്യം ഓടിയ ഒരു സംഭവം ഹദീസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഓട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ ബീവി പരാജയപ്പെടുത്തി. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബീവിയും നബിയും ഒന്നുകൂടി ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അത് അന്നത്തിന്റെ പകരമാണ് ടോപ്പൻ. എന്നിട്ട് ആയിഷ ബീവിയുടെ ന്യായം പറയുന്നുണ്ട്, രണ്ടാമത് ഞങ്ങൾ ഓടിയപ്പം എന്റെ തടി കുറച്ച് കൂടിയെന്ന്, അതുകൊണ്ടാണ് നബിനെ പരാജയപ്പെടുത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ആരോടും ഉണ്ടാതെ ഇങ്ങനെ വലിയ ഒരു കുപ്പായും അതും ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഗൗരവക്കാരനായ മനുഷ്യൻ. അങ്ങനെയല്ല. കുടുംബ ജീവിതത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു? മാത്രമല്ല, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സഹധർമ്മിണിമാരെ സഹായിക്കേണ്ടുന്ന എല്ലാ രംഗങ്ങളിലും സഹായിച്ചിരുന്നു. ഇന്ന് ചില ഭർത്താക്കന്മാർക്ക് വീട്ടില് നമ്മുടെ ഭാര്യമാർ എന്തെല്ലാം പണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഒരു വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ആരാ? നമ്മുടെ ഭാര്യമാരാ. സംശയമുണ്ടോ? അവസാനം കടത്തോടുന്നത് ആരാ? നമ്മുടെ ഭാര്യമാരാ.
ഇത് നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വീടകങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിരുന്നുകാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മുടെ ഭാര്യമാർ. ആ ഭാര്യമാരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ നമ്മൾ ആ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ വീട്ടുകാരെ സഹായിക്കുക. പ്രവാചകന്റെ ഹദീസുകളിൽ കാണാൻ ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പുറത്തു പറയാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരുമായി വീട്ടിലല്ലാതെ നമ്മൾ തെറ്റി നിൽക്കാൻ പാടില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിണക്കുണ്ടാവും. ചില ആളുകളുണ്ടാവും ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിക്കുന്ന സമയത്തേക്കാണ് കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഭാര്യ വേറെ സ്ഥലത്തേക്ക്, ഭർത്താവ് വേറെ സ്ഥലത്ത്. ഈ പെണ്ണിന്റെ അടുത്താണെങ്കിൽ ബസ്സിന് കൂലി കൂടി ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കിടപ്പറയിലല്ലാതെ നമ്മുടെ ഭാര്യമാരുമായി നമ്മൾ തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ കളിയാക്കാൻ പാടില്ല. കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാ. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ അംഗീകരിക്കാതെ, നമ്മുടെ ഭാര്യമാരെ അംഗീകരിക്കുക, അവരെ അനുമോദിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കുക. നമ്മൾ എത്ര ആളുകൾ നമ്മുടെ ഭാര്യമാരെ അനുമോദിച്ചിട്ടുണ്ട്. 30-40 കൊല്ലം നമ്മുടെ കൂടെ ജീവിച്ചിട്ട് ഇത്രയോ പ്രാവശ്യം നമുക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാരുണ്ടാക്കി തന്നു. ഏതെങ്കിലും ഒരു പ്രാവശ്യം എടി ഇന്ന് നീ ഉണ്ടാക്കിയ കറി നന്നായിട്ടുണ്ട്, ഇന്ന് നീ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ടോ? പിശുക്കന്മാരാണ് നമ്മൾ ആലോചിക്കണം. പിന്നെ എങ്ങനെ ആ ഭാര്യയ്ക്ക് നമ്മോട് ഇഷ്ടമുണ്ടാവോ? നമ്മൾ അഭിനന്ദിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ അഭിനന്ദിക്കാൻ അവരുടെ നെഗറ്റീവുകൾ മാത്രം ചികഞ്ഞ് ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കുന്ന ഒരു ഭർത്താക്കന്മാരായാൽ ഒരു ഭാര്യക്കും നമ്മൾ ഇഷ്ടമുണ്ടാവില്ല. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരുമായി കുറച്ചു നേരം സംസാരിക്കണം. ഇപ്പൊ മൊബൈലിന്റെ കാര്യം ഒക്കെ അറിയാം. സ്വന്തം ഭാര്യയുമായി ഒരു കുറച്ചു നേരം സംസാരിക്കുക. വെറുതെ അവര് പറയുന്ന സംസാരം കേൾക്കാനും നമ്മൾ ചെവി കൊടുക്കുക. നമ്മളെ ഭാര്യമാരെ നീങ്ങി പറയും. ചിലപ്പോ ഓരോ വീട്ടിലത്തെ കാര്യങ്ങളേക്കാരും പറയണ്ടോ, ഓരപ്പാന്റെ കാര്യോ ഓരോ ഇമ്മാന്റെ കാര്യോ അല്ല അവിടുത്തെ നീ കാര്യങ്ങൾ എന്റെ പരിത്തെ കാര്യം ജിന്നോട് ഉണ്ടണ്ട. അതല്ല, അവരെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം നമ്മൾ ചെവി കൊടുക്കാനും നമ്മൾ തയ്യാറാകുക. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. അതിരുകളില്ലാതെ, പരിധികളില്ലാതെ നമ്മുടെ ഇണകളെ നമ്മൾ സ്നേഹിക്കുക. അതിനെന്താ നമുക്ക് തെളിവ്? പരിധികളില്ലാതെ നിങ്ങൾ സ്നേഹം കൊടുത്തു നോക്കി. നമ്മുടെ ഇണകൾക്ക് നമ്മൾ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി ജീവിക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. പരിധികളില്ലാതെ നമ്മൾ സ്നേഹിക്കുക. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞാൻ അവസാനിപ്പിക്കുക. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പരാതി പറയുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം സലാം പറഞ്ഞു. അപ്പൊ സലാം പറഞ്ഞപ്പം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത് എന്താ? ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ കയർത്തുകൊണ്ട് ഉമർ റളിയല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഈ സംസാരത്തിൽ പുറത്തുനിന്ന് കേട്ടപ്പം ഈ മനുഷ്യൻ വേഗം വീട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു ഇറങ്ങി വന്നു. അയാളെ വിളിച്ചു, ഇവിടെ വാ, ഇപ്പൊ ഇവിടെ സലാം പറഞ്ഞു ഇവിടെ നിന്നീഞ്ഞത്. ആ ഞാൻ തന്നെയാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല. ചോദിച്ചു, എന്തിനാണ് ഇനി വന്നത്? അന്നത്തെ അമീറുൽ മുഅ്മിനീനാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യനെ കുറിച്ച് ഒരു പരാതി പറയാനാണ് അമീറുൽ മുഅ്മിനീൻ താങ്കളുടെ അടുത്ത് ഞാൻ വന്നത്. പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പരാതി പറയുന്നതും നിങ്ങളോട് അല്പം കയർത്ത് സംസാരിക്കുന്നതും ഞാൻ കേട്ടു. അതോടുകൂടി എന്റെ പരാതി ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചു പോവുകയാണ്. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഭാര്യ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നില്ല, അവൾ കയർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ ഭാര്യ എങ്ങനെയാണെങ്കിലോ? മഹാനായ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞത് എന്താ അറിയോ? നിന്റെ മക്കളെ പോറ്റി വളർത്തിയത് ആരാ? നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് ആരാ? നിന്റെ വസ്ത്രങ്ങൾ അലക്കി തരുന്നത് ആരാ? നിന്റെ വീടും പരിസരവും വൃത്തിയായി കൊണ്ടു നടക്കുന്ന ആരാ? അങ്ങനെയെങ്കിൽ കുറച്ച് പറയാനുള്ള അവകാശപ്പെട്ട് മനസ്സിൽ പോവുക. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബന അബലന സുവാജിന, റബ്ബേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ ഭാര്യമാർക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാ പുരുഷന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇണകൾക്ക് ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ കൺകുടുംബം നൽകണമേ, നന്മ നൽകണമേ. അബലന സുവാജിന വധുരിയാതിന, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കൺകുടുംബം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, റഹ്മാനായ തമ്പുരാനെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ ഇന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരികളുണ്ട്. അള്ളാഹുവേ, അവരുടെ രോഗങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നീ അവർക്ക് ശിഫയാക്കി കൊടുക്കുകയും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്